വടക്കേ ഇന്ത്യയിലൊക്കെ പൂഴിമണ്ണിൽ വിളയുന്ന കപ്പലണ്ടി കൃഷിക്ക് ആലപ്പുഴയുടെ ചുരിമണൽ വിജയഗാഥ. കഞ്ഞിക്കുഴിയിലെ കാരിക്കുഴി പാടശേഖരമാണ് കപ്പലണ്ടി കൃഷിക്ക് വിളനിലമായത്. 18 പേരടങ്ങുന്ന കാരിക്കുഴി ഹരിത കർഷക സംഘത്തിലെ 12 പേർ കൈമേയി മറന്ന് അധ്വാനിച്ചപ്പോൾ ഇതാ 100 മേനിയുടെ വിജയം സ്വന്തമായി. കാരിക്കുഴി പാടശേഖരത്തിലെ 3 ഏക്കർ സ്ഥലത്താണ് ഇടകൃഷി എന്ന നിലയിൽ കപ്പലണ്ടി കൃഷി ചെയ്തത്. കടയിൽ നിന്നും വാങ്ങിയ കപ്പലണ്ടി ആദ്യം മുളപ്പിച്ചു. പിന്നീട് വിളനിലം പായലിട്ട് പൊതയൊരുക്കി അതിൽ മണ്ണിട്ട് മൂടി കൃഷിക്ക് അനുയോജ്യമാക്കി. വിത്ത് പാകിയതിനു ശേഷം പയറുപൊടിയും പശുവിന്റെ മൂത്രവും അടങ്ങുന്ന ജീവാമൃത് തളിച്ചു. ഈ വളം മാത്രമാണ് കപ്പലണ്ടി കൃഷിക്കായി ഉപയോഗിച്ചത്. അതിനാവട്ടെ തുച്ഛമായ വിലയും. ജീവാമൃത് തളിക്കുന്നതിലൂടെ മണ്ണിൽ ഈർപ്പം നിലനിൽക്കുകയും മണ്ണിരകൾ പ്രവഹിച്ച് കൃഷിക്ക് അനുയോജ്യമായ പ്രകൃതിദത്ത സാഹചര്യം ഒരുക്കുകയും ചെയ്തത് കർഷകർക്ക് ഗുണകരമായി. കഴിഞ്ഞ വർഷമാണ് കാരിക്കുഴി ഹരിതകർഷക സംഘം പരീക്ഷണാടിസ്ഥാനത്തിൽ കപ്പലണ്ടി കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ആദ്യ കപ്പലണ്ടി കൃഷിയിലുണ്ടായ മികച്ച വിജയത്തെ തുടർന്ന് ഇക്കുറിയും കൃഷിയിറക്കി. രണ്ടാം കൃഷിയിലും 100 മേനിയുടെ വിളവ് ലഭിച്ചതിന്റെ നിർവൃത്തിയിലാണ് ഹരിതസംഘം കർഷകർ. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളിത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വരമ്പ് ഒരു കച്ചാല് മാത്രമായിട്ട് ഞങ്ങൾ ഒരു വരമ്പ് ഒരു 150 ഗ്രാം കപ്പലണ്ടി മേടിച്ച് വെറുതെ ഒന്ന് വെതറി വിട്ട്. പക്ഷെ അത് നമുക്ക് ഫലപ്രദമാണെന്നും കൃഷി ചെയ്യാമെന്നും തെളിയിച്ചതിന്റെ അനുസരിച്ച് അത് 100% വിളവ് ഞങ്ങൾക്ക് അന്ന് കിട്ടിയായിരുന്നു. അതിനേൽ കൂടുതൽ വിളവ് ഇത്തവണ കിട്ടി. ഇത്തവണ കിട്ടിയതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തവണ ഞങ്ങൾ കൂടുതൽ സ്ഥലത്ത് ചെയ്ത് മാത്രമല്ല ഇതിന് വളമായിട്ടെടുത്ത ജീവാമൃതം എന്നുള്ള ഒരു ജീവാമൃതം അത് മറ്റേ വളങ്ങൾ ഈ പായല് ചവിട്ടി വെച്ചിട്ട് അതിന്റെ പുറത്ത് ഇത് ഒഴിച്ച് ഉള്ള കൃഷിയായിരുന്നു. മറ്റ് യാതൊരു വളങ്ങളും ഞങ്ങൾ ഇതിന് ചെയ്തിട്ടില്ല. ജീവാമൃതവും ഈ പായലുമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്തവണ നല്ല വിളവായിരുന്നു. അതുമാത്രമല്ല പിന്നെ ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് കൂടുതലായിട്ട് വേറെ പണിയൊന്നും ചെയ്യണ്ടായിരുന്നു. ഈ വെള്ളം ഒഴിച്ച് കൊതയിട്ട് ഇത് ചെയ്യുന്ന മാത്രമേ ചെയ്തുള്ളൂ. പറിച്ചപ്പോൾ ഞങ്ങൾക്ക് 100% വിജയം തന്നെയായിരുന്നു ഇതിൽ കിട്ടിയത്. വിളവായി ലഭിച്ച 1.5 ക്വിന്റൽ കപ്പലണ്ടി പുറത്ത് വിൽപ്പന നടത്താതെ അംഗങ്ങൾ തമ്മിൽ വീതിച്ചെടുക്കുകയാണ് ചെയ്തത്. മറ്റു കൃഷിക്കൊപ്പം ആസ്ട്രേലിയൻ കപ്പലണ്ടി കൃഷി ചെയ്യാൻ കാരിക്കുഴി പാടശേഖരം വീണ്ടും ഒരുങ്ങിക്കഴിഞ്ഞു. വാണിജ്യാടിസ്ഥാനത്തിൽ കപ്പലണ്ടി കൃഷി ചെയ്യാൻ ചുരിമണലിലെ കർഷകരും ഒരുക്കമായി.